ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത ദൈവജനത്തിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശു ഇത് പറയുമ്പോൾ സമയം എത്രയാണെന്നറിയാമോ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇതാ, സന്ധ്യയായെന്നാ പറയുന്നത്. നമ്മളൊക്കെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് സമയം പോയി കഴിയുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നേ? നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് അങ്ങ് പോകും. എന്നാൽ യേശുവിനെ ഒന്ന് നോക്കിക്കേ. യേശുവിന് സമയം ഒരു പ്രശ്നമല്ല കേട്ടോ. അവൻ സന്ധ്യ ആയാലും ഉച്ചയായാലും രാവിലെ ആയാലും കർത്താവ് ചെയ്യാനുള്ളത് അവൻ ചെയ്തട്ടെ. ആ കർത്താവിനൊരു വിശ്രമമുള്ളെന്ന്. കർത്താവിന് സമയം ഒരു പ്രശ്നമല്ല. അവൻ ഏത് സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ ശിഷ്യന്മാരെയും കൂട്ടി യേശു അക്കര ദേശത്തേക്ക് പോവുക. അവരങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ? സമുദ്രത്തിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുക. തിരമാലകൾ ആഞ്ഞടിക്കുന്നു. അവരുടെ പടകിന് മുമ്പോട്ട് പോകുവാൻ കഴിയാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. എന്നിട്ടും ആ ശിഷ്യന്മാര് അവര് പുറകോട്ട് പോയില്ല. ആ തിരമാലകൾ കണ്ട് അവർക്കൊരു ഭയമുണ്ടെങ്കിലും, അവർക്കൊരു ഭീതി ഉണ്ടെങ്കിലും അവരെന്നാ ചെയ്യുന്നറിയാമോ? അവർ പുറകോട്ട് പോകാൻ തയ്യാറായില്ല. അവർ മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഈ തിരമാലയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ പുറകോട്ട് പോകരുത്, നമ്മൾ മുമ്പോട്ട് പോക്കണം. ആ പടകിന്റെ അകത്ത് വെള്ളം കയറി അത് മുങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവർ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആ പടക് മുങ്ങുന്നതിന് മുൻപ് അവരൊരു തീരുമാനം എടുത്തു. ഈ പടകിന്റെ അമരത്ത് ഒരുവൻ കിടന്നുറങ്ങുന്നുണ്ട്, അവന് നമ്മൾ വിടുവിക്കാൻ പറ്റും. ഈ ചിലരൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ദൈവത്തിങ്കിലേക്ക് വരുന്നേ. ഈ പടകും പോയി, ഈ പങ്കായവും പോയി, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നാൽ ശിഷ്യന്മാരവിടെ കാണിച്ചു തരിക, ഈ പടക് മുങ്ങുന്നതിന് മുൻപ് അവർ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. ഈ പടക് മുങ്ങുന്ന ഒരു സാഹചര്യം വന്നു. എന്നാൽ ആ പടക് മുങ്ങുവാനോ, ആ ശിഷ്യന്മാരിൽ ഒരുവനെങ്കിലും, ഒരു വ്യക്തി പോലും മരണപ്പെടുവാനോ, നശിച്ചു പോകുവാനോ, ആ പടക് മുങ്ങിപ്പോകുവാനോ കർത്താവ് അനുവദിച്ചില്ല. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, യേശു പടകിന്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന് നമ്മൾ പറയും. അത് ശരിയാ, യേശു പടകിന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട് ഒരു പോറൽ പോലും ഏറ്റില്ല. എന്നാൽ അതിന്റെ ഒരു ആത്മീയ അർത്ഥത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അവിടെ 3 കാര്യങ്ങളാണ് യേശു പറയുന്നത്. 1, യേശു വഴിയാണ്. 2, യേശു സത്യമാണ്. 3, യേശു ജീവനാണ്. അതിലൊരൊറ്റ കാര്യം ഞാൻ എടുക്കുന്നു, യേശു ജീവനാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവൻ ഈ പടകിന്റെ അകത്തുണ്ടെങ്കിൽ മരണത്തിന് നിന്നെ തൊടുവാൻ കഴിയുമോ? ജീവനായ ക്രിസ്തു നിന്റെ പടകിന്റെ അകത്തുണ്ടെങ്കിൽ ഈ കൊടുങ്കാറ്റിനും ഈ തിരമാലയ്ക്കും ഒരു മരണത്തിനും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം എത്ര പേർക്കൊരു വിശ്വാസമുണ്ട്? എത്ര പേർക്കൊരു ഉറപ്പുണ്ട്? ആ ജീവനായ ക്രിസ്തു എന്റെ അകത്തുള്ളത് കൊണ്ട് മരണത്തിന് എന്റെ മേലൊരു അധികാരവുമില്ല. മരണത്തിന് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ഉറപ്പോടെ നമ്മൾ മുമ്പോട്ട് പോയാട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.